ഒരു ബിസിനസ്സിലെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ആ ഫൗണ്ടറെ ആളുടെ പർപ്പസിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എല്ലാവരും ലാസ്റ്റ് പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഫിനാൻസ്. ശരിക്കും ഫിനാൻസ് ഫസ്റ്റ് പ്ലാൻ ചെയ്യേണ്ട സാധനമാണ്. കാരണം ബിസിനസ്സിൻ്റെ ബേസിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു എഞ്ചിൻ എന്നുള്ളതാണ്. അത് എപ്പോഴും പ്രോഫിറ്റ് ആവണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ എന്താ പറയുക, വാലുവേഷൻ ടൈപ്പ് ബിസിനസ്സുകളൊക്കെ ഉണ്ടാവും, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ടാവും, അവർ മാർക്കറ്റ് പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇനീഷ്യലി ചിലപ്പോൾ നല്ല പൈസ സ്പെൻഡ് ചെയ്തിട്ട് ബേൺ റേറ്റ് ഒക്കെ കീപ്പ് ചെയ്തിട്ട് അങ്ങനെ പോകുന്ന ബിസിനസ്സുകളുണ്ട്. പക്ഷേ അവിടെയും ഫിനാൻസ് ഉണ്ടല്ലോ. അതായത് ഫിനാൻസ് ഉണ്ടെങ്കിൽ ആ ആൾക്ക് ഞാൻ എന്തിനായി വർക്ക് ചെയ്യണത് എന്നുള്ളതിൻ്റെ ഒരു പർപ്പസൊക്കെ ഒരു ബോധം വരുന്നുണ്ടാവുള്ളൂ. ഈ പല സമയത്തും സംഭവിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ് എന്നുള്ള മറ്റ് കാര്യങ്ങളുണ്ടല്ലോ, നാട്ടുകാരുടെ ഇടയിൽ നമ്മളൊരു ബിസിനസ്മാൻ ആണ്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൽ എനിക്ക് നല്ല ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള, നമുക്ക് മാർക്കറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമൊക്കെ വരുന്ന സമയത്ത് ആ ഒരു ആംഗിളിലായിരിക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഫിനാൻസ് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ പലപ്പോഴും ചിലപ്പോൾ ചെറിയ പ്രോഫിറ്റേ ഉണ്ടാവുള്ളൂ, ഗ്രോസ് പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ബാക്കി എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് വളരെ വീക്കായിരിക്കും. ഇങ്ങനെ എന്തുണ്ടാവും, വീണ്ടും നമ്മളതിലേക്ക് പൈസ ഇട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നാളെ ശരിയാവും ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊടുക്കുന്നുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഇത് എന്നോ ഒരു ഭാഗത്ത് ശരിയാവും എന്നുള്ളൊരു ആംഗിളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ സിംപ്ലി ഫിനാൻസിൻ്റെ ബേസിക്സ് നമ്മുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്താൽ തന്നെ നമുക്കൊരു ബോധം വരും. ഓക്കെ, ഞാനിതൊക്കെ ചെയ്യണത് എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനല്ലേ, ഇത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ സ്കെയിൽ ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തും. അപ്പോൾ ഫിനാൻസിന് ആ അർത്ഥത്തിൽ കാണണം. ഫിനാൻസ് എന്ന് പറയുമ്പോൾ കുറേ ടേംസുകൾ നമ്മൾ മുന്നിൽ ഇങ്ങനെ വരും. മറ്റേ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ, മറ്റേ ഫ്ലോ എല്ലാം കൂടെ ഒന്നും നോക്കണ്ട. സിംപ്ലി ക്യാഷ് ഇൻഫ്ലോ, ക്യാഷ് ഔട്ട് ഫ്ലോ എന്ന് പറഞ്ഞ ഒരു ബേസിക് സാധനം ഉണ്ട്. അടുത്ത മാസം എത്ര ക്യാഷ് വരാനുണ്ട്, അടുത്ത മാസം എത്ര ക്യാഷ് പോവാനുണ്ട്. അത് ഒരു മാസം തുടങ്ങുന്നതിൻ്റെ ഒരു 10 ദിവസം മുന്നേ അല്ലെങ്കിൽ 5 ദിവസം മുന്നേ നമ്മൾ എഴുതി വെച്ചിട്ട് അടുത്ത മാസത്തിൽ ഇനി എത്ര ടാർഗറ്റ് വെച്ചാലാണ് എൻ്റെ ബിസിനസ് സ്റ്റേബിൾ ആവുക എന്നുള്ളൊരു ചിന്തെങ്കിലും വേണം. പലപ്പോഴും എന്താ സംഭവിക്കുക വെച്ചാൽ, ക്യാപിറ്റൽ എമൗണ്ട് വറ്റുമ്പോഴേക്കാരം അതൊക്കെ ആലോചന വരിക. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഓരോ മാസവും നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ഉറപ്പ് വരുത്തി പോകണം. ചില മാസങ്ങളിൽ ഡൗൺ ആവുന്ന സിനാരിയോ ഉണ്ടിച്ചിട്ട് പ്രശ്നമില്ല, പക്ഷെ അത് നമ്മളെ പ്ലാനിലായിരിക്കണം. മനസ്സിലായില്ലേ? ആ രൂപത്തിൽ ഓരോ മാസത്തിന് നമ്മൾ ഇങ്ങനത്തെ ഒരു ഇവാലുവേഷനൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ വളരെ സിമ്പിളായിട്ട് ഫിനാൻസ് സ്റ്റാർട്ട് ചെയ്താൽ മതി. പക്ഷെ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് പണി തരുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.